യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിനകത്ത്, ജോഷുവ ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 5, അതിനകത്ത് ദൈവം യോശുവയുടെ ഒരു വാക്ക് പറഞ്ഞു: "No one will be able to stand against you as long as you live. For I will be with you as I was with Moses. I will not fail you." വായിച്ചു തരുന്ന മലയാളത്തില് യോശുവയോട് പറഞ്ഞ് 1-ാം അധ്യായം 5, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. കണ്ടോ, ദൈവം കൊടുത്ത വാഗ്ദത്തം. നീ ജീവിച്ചിരിക്കുന്ന കാലം മൊത്തം നിന്റെ നേരെ നിൽക്കാൻ സാധിക്കത്തില്ല. ഒരുവനും ശത്രുവാണെന്ന് പറഞ്ഞ് നിന്നെ എതിർക്കാൻ പറ്റത്തില്ല. എന്താ എതിർക്കാൻ പറ്റാത്തത്? ഞാൻ മോശയോടുകൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഇരിക്കാം. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയും. ഞാൻ മോശയുടെ കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്റെ കൂടെ ഇരിക്കും, നിന്നെ ഉപേക്ഷിക്കത്തില്ല, കൈവിടത്തില്ല. കണ്ട, ദൈവം ഉറപ്പ് പറയും. ഇന്ന് കർത്താവ് നമ്മളോടും ഓരോരുത്തരോടും ഇത് തന്നെയാ പറഞ്ഞിട്ടുള്ളത്. ഹല്ലേലൂയ. അപ്പം യോശുവയോട് പറഞ്ഞു, യോശുവ, നിന്റെ എതിരെ ആരും നിൽക്കത്തില്ല, ഒരു മനുഷ്യരും നിൽക്കത്തില്ല. സ്തോത്രം. എന്നിട്ട് കർത്താവ് ഈ ഒരു ധൈര്യവും ഒരു ഉറപ്പും യോശുവയ്ക്ക് കൊടുത്തു. യോശുവയ്ക്ക് കൊടുത്തു കഴിഞ്ഞ് യോശു നല്ല ധൈര്യമുള്ളവനായി എല്ലാവരോടും അവിടെ സമൂഹത്തിന്, ആ ജനത്തിനോട് മൊത്തം, അതിൻ്റെ ലീഡേഴ്സിനോടും എല്ലാവരോടും പറഞ്ഞു: നിങ്ങള് ദൈവം തന്നിരിക്കുന്ന ആ ദൗത്യത്തിനകത്ത് നമുക്കൊന്നിച്ചിറങ്ങാം. എന്നിട്ട് വാഗ്ദത്ത ദേശം, കാനാൻ ദേശം പിടിച്ചെടുക്കാൻ വേണ്ടി, ആ വാഗ്ദത്തം പിടിച്ചെടുക്കാൻ വേണ്ടി ദേശം ഉറ്റി നോക്കാനായിട്ട് ആൾക്കാരെ പറഞ്ഞു വിട്ടപ്പം ദൈവം പറഞ്ഞ ഈ വാക്ക് എന്താണ്? നിന്റെ ജീവിതകാലം മൊത്തം ആരും നിനക്ക് എതിരായി നിൽക്കത്തില്ല. എന്താ എതിരായി നിൽക്കാത്തത്? നിന്നെ ഭയമായി യോശുവ, അതേകൊണ്ട് നിന്റെ എതിരെ ആരും നിൽക്കത്തില്ല. ആ പറഞ്ഞത് വന്നപ്പോ റഹാബ് ഉറപ്പിക്കുക. അത് റഹാബ് രണ്ട് ആൾക്കാര്, അവര് ദേശം ഉറ്റി നോക്കാനായിട്ട് രണ്ട് സ്പൈസ് അവര് പോയി. അവര് ആ ദേശത്ത് വന്നപ്പം റഹാബ് ആ ആൾക്കാരോട്, ആ ആണുങ്ങളോട് രാത്രിയില് അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. 8-ാം വാക്യത്തിനകത്ത് നമ്മൾ വരുമ്പം, യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം 8-ാം വാക്യം തൊട്ട് അതിന്റെ 11-ാം വാക്യം വരെ വരുമ്പം, വേഴ്സ് നമ്പർ 9 പറയാ: "I know the Lord has given you this land. We are all afraid of you. Everyone in the land is living in terror." കണ്ടോ, യെരിഹോയിലെ ആൾക്കാരെല്ലാം പറയുന്ന കണ്ടോ? അവര് റഹാബ് പറയുക, ഈ ദേശത്ത് എല്ലാവർക്കും അറിയാം, ഈ രാജ്യം, ഈ ദേശം ദൈവം നിങ്ങളുടെ കയ്യിൽ അങ്ങ് തന്നിരിക്കുവാണെന്ന്. ഹല്ലേലൂയ. അവര് ആ രാജ്യത്ത്, അവര് രാജാവിന്റെ കീഴിൽ അവര് ജീവിക്കുന്ന, ജെറിഹോയ്ക്കകത്ത് രാജാവിന്റെ കീഴിലാണ്. ഈ യോശുവയും യോശുവയുടെ സൈന്യവും ഒന്നും ഈ ദേശത്ത് കാല് വെച്ചിട്ട് പോലുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ആ ദേശത്ത് ഒരു വ്യക്തി പറയുക, അവള് പട്ടണത്തിന്റെ വാതുക്കൽ ജീവിക്കുന്നവളാ. അവള് ഈ ഉറ്റുനോക്കാൻ വന്നവരോട് പറയുക, ഇവിടെ ഞങ്ങൾക്കറിയാം ഈ ദേശം നിങ്ങളുടെ കന്നിരിക്കുവാണെന്ന്. ഹല്ലേലൂയ. ശത്രു വിളിച്ചു പറയുക, ഞങ്ങൾക്ക് അറിയാം ഞങ്ങളുടെ ഇടം നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുവാണെന്ന്. ഹല്ലേലൂയ. എന്നിട്ട് പറയാ, ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെക്കുറിച്ച് ഭീതിയാണ്, നിങ്ങളെക്കുറിച്ച് ഭയമാണ്. ഹല്ലേലൂയ. ശത്രു പറയുക, ഞങ്ങൾക്ക് ഭയമാണ്. ഹല്ലേലൂയ. ശത്രു പറയുക, ഞങ്ങൾക്ക്, എതിരാളി പറയുക, ഞങ്ങൾക്ക് നിങ്ങളെ ഭയമാണെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഈ ദേശം മൊത്തം നിങ്ങളെ ഭയന്നാ ജീവിക്കുന്നത്. എന്നിട്ട് 10-ാം വാക്യത്തിനകത്ത് വിളിച്ചു പറയുക, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇത്രയും നാളുണ്ടാൽ ഞങ്ങൾക്ക് അതിശയമാ. ദൈവം ഇത്രയും നാളും നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾക്കറിയാം ദൈവം നിങ്ങളുടെ പക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്യുവാണെന്ന്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഈ ജനത്തിനെ കാണുമ്പോഴേ ഇവരുടെ അകത്ത്, എതിരാളിയുടെ അകത്ത് ഭയം വരുക. എന്നിട്ട് അതിന്റെ 11-ാം വാക്യമാ ഭയങ്കര രസമുള്ള വാക്യം. ആ 11 വായിക്കാം. കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകി. കണ്ടോ, കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകി. നിങ്ങൾ ദാണ്ട് അടുത്ത പട്ടണത്തിൽ വന്നിട്ടുണ്ടെന്ന് കേട്ടപ്പോഴേ ഞങ്ങളുടെ ഉള്ളങ്ങ്
ഉരുകിപ്പോയി ഭയന്നിട്ട് നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം കെട്ടുപോയി. ഉം. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു. Amen. No wonder our hearts have melted in fear. No one has the courage to fight after hearing such things. നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് ഓരോ അത്ഭുതങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഇനി ആരുടെ അകത്തും ധൈര്യമില്ല നിങ്ങളുടെ എതിരെ നിൽക്കാനായിട്ട്. സ്തോത്രം. എന്താന്ന് വെച്ചാൽ ഹല്ലേലൂയ, നിങ്ങളുടെ ദൈവമാണ്, ഇന്ന് നമ്മളുടെ കർത്താവാണ്. ആകാശത്തിന്റെ കീഴില് ഭൂമിയുടെ മേളില് ഒരേ ഒരു നാമം എവിക്കാൻ ശക്തനായ യേശുവിന്റെ നാമം. ഹല്ലേലൂയ. ഈ യേശുവിന്റെ നാമം കേട്ട് അന്ന് യേശുവിനെ പഴയ നിയമത്തിൽ യഹോവ എന്ന് അറിയപ്പെടുന്നേ, പക്ഷെ ഈ സർവശക്തനായ ദൈവത്തിന്റെ നാമം കേട്ട് ഹല്ലേലൂയ സകലവരും വിറച്ചു നിൽക്കുക, സകലരും ഭയത്തിൽ നിൽക്കുക. ഹല്ലേലൂയ. നമ്മളുടെ നടക്കുന്നത് കേട്ട് എഫെസ്യരുടെ ലേഖനത്തിനകത്ത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഈ ദൈവത്തിന്റെ നാമം പേര് ചൊല്ലി എടുത്ത കുടുംബങ്ങള് അല്ലെ, എന്താ യേശുവിന്റെ നാമത്തിൽ അറിയപ്പെടുന്ന കുടുംബങ്ങള്. ഇന്ന് നമ്മളുടെ പേര് കേൾക്കുമ്പോഴ് വേണ്ടാത്ത കുറ്റങ്ങളും, ഇന്ന് നമ്മളുടെ പേര് കേൾക്കുമ്പോഴ് വേണ്ടാത്ത കുറ്റങ്ങളും അതും ഇതും ഒക്കെ, വേണ്ടാത്ത പാഴ് വർത്താനങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നവർക്ക് എന്തെങ്കിലും ഭയം ഉണ്ടാകുന്നുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. ഈ ശത്രു സൈന്യത്തിന് എന്തെങ്കിലും ഭയം ഉണ്ടാകുന്നുണ്ടോ? നമ്മൾ വരുന്നു എന്ന് പറഞ്ഞ് ഒരു ദേഹുന്നുണ്ടോ? കുലുങ്ങണം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ പോകുന്ന ഇടങ്ങളിൽ, നമ്മൾ കാല് വെക്കുന്ന ദേശങ്ങളില് ഹല്ലേലൂയ അവിടെ ഭൂകമ്പങ്ങൾ സംഭവിക്കണം, അവിടെ ഇളക്കങ്ങൾ സംഭവിക്കണം, അവിടെ ശത്രു സൈന്യങ്ങള് ഹല്ലേലൂയ വിറച്ചോടിപ്പോകണം. എഫെസ്യരുടെ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യത്തിനകത്ത്, എഫേഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് നമ്പർ 14-15, 14-15 വാക്യങ്ങൾക്കകത്ത് പൗലോസ് അപ്പോസ്തലൻ പറയാ, when I think of all this I fall to my knees and pray to the Father, the creator of everything in heaven and on earth. ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേര് ലഭിക്കുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ ഞാൻ മുട്ടുകുത്തുന്നു. കണ്ടോ, പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. കണ്ടോ. ഹല്ലേലൂയ. എല്ലാ ഓരോ കുടുംബത്തിനും പേര് വരാൻ കാരണമായ പിതാവിന്റെ സന്നിധിയില് ഞാൻ മുട്ടുകുത്തുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഓരോ വീടുകൾക്കും, യേശുവിനെ അറിയുന്ന ഓരോ വീടിനെയും അറിയുന്നത് കെയർ ഓഫ് യേശു ക്രിസ്തു എന്ന. ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ കൊച്ചിലെയൊക്കെ ഞങ്ങൾ എവിടെയെങ്കിലും ഒക്കെ ലെറ്റർ അയക്കുമ്പം അതിനകത്ത് ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ആയിരിക്കും അയക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് ആരെങ്കിലും അയക്കുന്നവര്. അപ്പം കെയർ ഓഫ് എന്ന് വെച്ച് അയക്കും. എന്ന് വെച്ചാൽ രജനി രാജൻ കെയർ ഓഫ് MV രാജൻ എന്നൊക്കെ പറഞ്ഞു എൻ്റെ അപ്പയുടെ പേര് ഇതിനകത്ത് കെയർ ഓഫ് വെച്ച്. ഞങ്ങളൊക്കെ കൊച്ചു പിള്ളേരല്ലേ, അന്നത്തെ ഒരു രീതി അങ്ങനെ ആയിരുന്നു. എവിടെയെങ്കിലും അയക്കുവാണെങ്കിൽ കെയർ ഓഫ് വെച്ച് അയക്കും. എന്ന് വെച്ചാൽ എനിക്ക് സ്വന്തമായിട്ട് അഡ്രസ് ഇല്ല, എൻ്റെ അപ്പയുടെ അഡ്രസ്സിൽ അയക്കുന്നത്, പക്ഷെ എനിക്ക് വേണം ലെറ്റർ കിട്ടാനായിട്ട്. അപ്പം രജനി രാജൻ കെയർ ഓഫ് MV രാജൻ എന്നാ വെച്ചുകൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ എനിക്ക് വരേണ്ട ലെറ്ററാ, പക്ഷെ എൻ്റെ അപ്പയുടെ അഡ്രസ്സ് കെയർ ഓഫ് വെക്കും. അതേപോലെ തന്നെ പൗലോസ് അപ്പോസ്തലൻ പറയുക, ഇന്ന് ഭൂമിയിലുള്ള സകല കുടുംബങ്ങൾക്കും പേര് വന്നത് എവിടുന്നാ? യേശു ക്രിസ്തുവിലൂടെയാ. ഈ കർത്താവിന്റെ മുമ്പിൽ, ഈ പിതാവിന്റെ മുമ്പിൽ ഞാൻ മുട്ടുമടക്കുന്നു. ഹാലലൂയ. ഇന്ന് സ്തോത്രം. രാഹാബ് പറയുക, ഹാലലൂയ, യോശുവയുടെ ഉറ്റുനോക്കാൻ വന്ന ആൾക്കാരോട് പറയുക, നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയമാ. എന്താന്ന് വെച്ചാൽ നിങ്ങളെ അറിയപ്പെടുന്നത് നിങ്ങളുടെ സ്വർഗത്തിലെ ദൈവത്തിന്റെ നാമത്തിലാ നിങ്ങളെ അറിയപ്പെടുന്നേ. ഇന്ന് ദേശം മൊത്തം അറിയപ്പെടുന്നേ ദാണ്ട് യഹോവയായ ദൈവത്തിന്റെ സൈന്യം ദാണ്ട് വന്നിരിക്കുന്നു. യഹോവയായ ദൈവത്തിനെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനം വന്നിരിക്കുന്നു. യഹോവയായ ദൈവത്തിന്റെ സ്വന്തം ജനം ദാണ്ട് വന്നിരിക്കുന്നു എന്നാ നിങ്ങളെ അറിയപ്പെടുന്നേ. ഇത് കേൾക്കുമ്പോഴേ
ഞങ്ങളുടെ ഉള്ളിൽ ഭയമുണ്ടാകുക. എന്നിട്ട് അവൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നോ വണ്ടർ our hearts have melted in fear. ചുമ്മാതല്ല, ഞങ്ങളുടെ ഹൃദയനെ അന്ന് യോശുവ നയിച്ച ജനത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ പെട്ടകം പോകണമായിരുന്നു. അവരുടെ പുരോഹിതന്മാര് മാത്രമാ ആ പെട്ടകത്തിനെ എടുക്കാൻ അവകാശമുണ്ടായിരുന്നേ. അപ്പം അവരുടെ തോളേൽ കൊണ്ട് നടക്കുമായിരുന്നു പെട്ടകം. എന്നുവെച്ചാൽ അവരുടെ തോളേൽ കൊണ്ട് നടക്കുമായിരുന്നു പെട്ടകം. എന്നുവെച്ചാൽ ദൈവത്തിന്റെ പ്രസൻസ് അവരുടെ മുൻപേ പോകുമായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് ദൈവത്തിന്റെ പ്രസൻസ്, ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവം തന്നെ നമ്മളുടെ അകത്ത് വസിക്കുക. അങ്ങനെയെങ്കിൽ ഇന്ന് പെട്ടകം നമ്മൾ ഓരോരുത്തരുമാ. ഹല്ലേലൂയ. പെട്ടകം നിങ്ങളും ഞാനുമാ. നമ്മൾ നടക്കുന്നിടത്ത് സ്വർഗം ചലിക്കും. ഹല്ലേലൂയ. നമ്മൾ നടക്കുന്നിടത്ത് അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ. നമ്മളൊരു ദേശത്ത് കാല് വെച്ചാൽ ആ ദേശം ഭരിക്കുന്ന സൈന്യങ്ങൾക്ക്, ആ ദേശം ഭരിക്കുന്ന ശക്തികൾക്കറിയാം, ഹല്ലേലൂയ, നമ്മൾ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. സർവശക്തനായ ദൈവം കാല് വെച്ചിട്ടുണ്ടെന്ന്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മൾ വസിക്കുന്ന ഭവനങ്ങളില്, നമ്മൾ കാല് വെച്ച് നടക്കുന്ന ദേശങ്ങളില്, നമ്മൾ നടന്നു പോകുന്ന വഴികളില് ആഭിചാരത്തിന്, ഹല്ലേലൂയ, ശത്രുവിന്റെ പദ്ധതികൾക്ക്, കൂടോത്രങ്ങൾക്ക്, ദേശപ്പോരുകൾക്ക് ഒന്നിനും സ്ഥാനമില്ല. ഹല്ലേലൂയ. ഒന്നിനെയും ഭയക്കല്ല്. ഇന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ, അയ്യോ അത് ഇതാണ് അതാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടോ? ഇന്ന് തിരിച്ചറിയണം, യേശു വസിക്കുന്നത് എൻ്റെ അകത്തും നിങ്ങളുടെ അകത്തുമാ. ഹല്ലേലൂയ. നമ്മളിൽ ഓരോരുത്തരിലും വസിക്കുമ്പോൾ സ്വർഗം നോക്കിയിട്ട് പറയുക, ഇവളുടെ പേരിൽ കെയർ ഓഫ് ഹെവൻ എന്ന് പറയുവാൻ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാ. എന്ന് പറഞ്ഞാൽ രജനി റോഷൻ കെയർ ഓഫ് ഹെവൻ എന്ന് അറിയപ്പെടുന്നത്, അക്ഷര ഷാജി കെയർ ഓഫ് ഹെവൻ എന്ന് അറിയപ്പെടുന്നത്, എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് പോയാൽ സ്വർഗം നോക്കിയിട്ട്, സ്വർഗം അവിടെ ചലിക്കും. ഹല്ലേലൂയ. സ്വർഗം നോക്കിയിട്ട് പറയും, ദേണ്ട എൻ്റെ അവകാശമാ പോകുന്നേ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എന്റെയും നിങ്ങളുടെയും എതിരെ ഒരു ശക്തിക്കും, ഒരു മന്ത്രവാദത്തിനും, ഒരു ആഭിചാരത്തിനും, ഒരു ശത്രുവിന്റെ ഒരു പദ്ധതി. സ്തോത്രം. ഇതുകൊണ്ട് ആ വചനം പറയുന്നേ, ഒരു വഴിയെ വരുന്ന ശത്രു, നിന്റെ എതിരെ ഒരു വഴിയെ വരുന്ന ശത്രു 7 വഴിയെ ചെതറിപ്പോകുമെന്ന്. ഹല്ലേലൂയ. റഹാബ് പറയുക, ഞങ്ങളുടെ ഉള്ളം എല്ലാം ഉരുകിയിരിക്കുക, ഭയം കൊണ്ട് ഉരുകിയിരിക്കുക. ഞങ്ങളുടെ ഉള്ളിൽ ഭയമാണ്, നിങ്ങൾ ഉരുകിയിരിക്കുക. ഞങ്ങളുടെ ഉള്ളിൽ ഭയമാണ്, നിങ്ങളുടെ എതിരെ യുദ്ധം ചെയ്യുവാൻ ആർക്കും ധൈര്യമില്ല. സ്തോത്രം. ഇന്ന് ഞാനൊരു ഉറപ്പ് പറയട്ടെ, നിങ്ങൾ കർത്താവിന്റെ വിശ്വസ്തയോടെ നിന്നാല്, ആ ബോധ്യത്തോടെ യേശു എൻ്റെ അകത്തുണ്ട് എന്നുള്ള ധൈര്യത്തോടെ നിന്നാൽ, നിങ്ങളുടെ വാ തുറന്ന് സംസാരിക്കാൻ പോലും ആർക്കും ധൈര്യം ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. ഇന്ന് ഈ ധൈര്യം, ഈ ശക്തി എടുക്കണം. സ്തോത്രം. ഇന്ന് ജോലി സ്ഥലത്ത് ആരെങ്കിലും നിങ്ങളെ കുത്തുവർത്താനം പറയുന്നുണ്ടോ, എതിര് പറയുന്നുണ്ടോ? ഇന്ന് ധൈര്യത്തിൽ ചെന്ന് നിൽക്കണം. എൻ്റെ അകത്ത് വാഴുന്നത് യേശു കർത്താവ, ഈ ലോകത്തിനെ കീഴ്മേൽ മറിച്ച യേശു കർത്താവ എൻ്റെ അകത്ത് വാഴുന്നേ. മരണത്തിനും പാതാളത്തിനും ഒതുക്കാൻ പറ്റാത്ത യേശു കർത്താവ എൻ്റെ അകത്ത് വാഴുന്നത്. ഹല്ലേലൂയ. എൻ്റെ എതിരെ ഒരു വ്യക്തി പോലും വാ തുറന്ന് എൻ്റെ എതിരെ സംസാരിക്കത്തില്ല. എനിക്കെതിരായി ആർക്കും പ്രവർത്തിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ആ ജോലിയില് വീണ്ടും കർത്താവ് അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ജോലി സ്ഥലത്ത് ആരൊക്കെ ബുദ്ധിമുട്ട്, ശല്യങ്ങൾ ഉണ്ടാക്കുന്ന, അങ്ങനെ ഭയന്ന്, അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആരോടോ കർത്താവ് അങ്ങനെ തന്നെ ഇടപെടുക. സ്തോത്രം. നിങ്ങൾക്ക് എതിരായി ആർക്കും നിൽക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്കെതിരായി ആർക്കും ഒരു സംസാരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. എന്നിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ യോശുവയുടെ പുസ്തകത്തിനകത്ത് തന്നെ, ഹല്ലേലൂയ, നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ അതിന്റെ സ്തോത്രം 4-ാം അധ്യായം, ഹല്ലേലൂയ, പ്രൈസ് യു ജീസസ്, അതിന്റെ വാക്യ ഒരു സെക്കൻഡ്, 3-ാം അധ്യായത്തിനകത്ത് അതിന്റെ ഹല്ലേലൂയ, ഇവര് സൈന്യം മുന്നോട്ട് പോകുക. ഇവര് മുന്നേ പോയി യെരിഹോ പട്ടണത്തിന്റെ മുമ്പിലെത്തുമ്പോൾ തിരുവചനം 6-ാം അധ്യായം 1-ാം വാക്യത്തിനകത്ത് വചനം ഇങ്ങനെ പറയും, shut because the people were afraid of the Israelites. No one was allowed to go out or in. വായിച്ചേ.
എന്നാൽ എരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം എന്നാൽ യെരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ചുറപ്പാക്കിയിരുന്നു. കണ്ടോ, അവര് പട്ടണവാതില് പോലും അടച്ച് പൂട്ടി ഭദ്രമാക്കി വെച്ചിരിക്കുക. എന്തിനാ? ഭയം കൂടിയിട്ട് പട്ടണവാതിൽ വരെയും അടച്ചു വെച്ചിരിക്കുക. നിങ്ങളോട് ആരെങ്കിലും പറയുന്നുണ്ടോ ഇനി ഇങ്ങോട്ട് വരണ്ട എന്ന്? നിങ്ങൾ അവിടെ ചെല്ലുമ്പം എന്തെങ്കിലും ഒക്കെ അവിടെ സംഭവിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നേ ഇനി അങ്ങോട്ട് വരണ്ട എന്ന്. ഹാലലൂയ്യ. ഞാൻ പറയട്ടെ, നമ്മളുടെ എതിരെ സംസാരിക്കാൻ വരെയും ആൾക്കാരുടെ അകത്ത് ഭയമുണ്ടാവും. കർത്താവിന്റെ കൂടെ സ്ട്രെയിറ്റ് ആയിട്ട് നിന്നാ മതി. യേശുവിന്റെ കൂടെ നേരോടെ നിന്നാ മതി, എടവും വലവും ചലിക്കാതെ. അല്ലേ? യോശുവയുടെ ദൈവം അങ്ങനെയാ പറഞ്ഞേ, യോശുവ നിന്റെ കയ്യില് ഞാൻ ഏൽക്കുവാ ഈ ദൗത്യം, നീ ഇടത്തോട്ടും വലത്തോട്ടും നീ ചലിച്ചേക്കല്ല, നീ ദൈവത്തിന്റെ വചനത്തിനകത്തുള്ളതിനെ മുറുക്ക പിടിച്ച് നീ നേരോടെ നിൽക്ക്. 1-ാം അധ്യായത്തിനകത്ത് യോശുവയ്ക്ക് കൊടുക്കുന്ന കമാൻഡാ, നീ നേരോടെ നിന്നാൽ നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ കൂടിരുന്ന് ഞാൻ യുദ്ധം ചെയ്യും. യോശുവയോട് പറഞ്ഞതാ ദൈവം. യോശുവ നേരോടെ നിന്നപ്പം ജനം മൊത്തം നേരോടെ നിന്നു. കണ്ടോ, നേരോടെ നിൽക്കുന്ന ജനത്തിന്റെ കൂടെ കർത്താവ് ഇരുന്നാൽ ആരും എതിരായി നിൽക്കത്തില്ല. ഇന്ന് പറഞ്ഞേ, എനിക്കെതിരായി ആരും നിൽക്കത്തില്ല. ഹല്ലേലൂയ. എനിക്ക് ആരെയും ഭയമില്ല. എന്താന്ന് വെച്ചാൽ എനിക്കെതിരായി ആർക്കും നിൽക്കാൻ സാധിക്കത്തില്ല. എൻ്റെ പക്ഷത്ത് യേശു ഉണ്ടെങ്കിൽ, എൻ്റെ പക്ഷത്ത് കർത്താവ് ഉണ്ടെങ്കിൽ എനിക്കെതിരായി ആർക്കും നിൽക്കാൻ സാധിക്കത്തില്ല. ഹെബ്രായരുടെ ലേഖനം പഠിക്കുമ്പോൾ ഹല്ലേലൂയ, കർത്താവിന്റെ വചനം നമ്മളോട് ഉറപ്പ് പറയുന്നുണ്ടല്ലേ, കർത്താവ് എൻ്റെ പക്ഷത്തെങ്കിൽ ആർക്കും എനിക്ക് എതിരായി നിൽക്കാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. നമുക്കെതിരായി ഒരു ശക്തിക്കും നിൽക്കാൻ സാധ്യമല്ല. ഹല്ലേലൂയ. 13-ാം അധ്യായം ഹെബ്രായരുടെ ലേഖനം അതിന്റെ 6-ാം വാക്യത്തിനകത്ത് 13-6, so we can say with confidence the Lord is my helper, so I will have to do to me. വായിച്ചേ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. എന്ത് ചെയ്യും? ഇന്ന് മനുഷ്യരെ ഭയക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എൻ്റെ ഏതെങ്കിലും മനുഷ്യരെ, ഭാര്യയോ ഭർത്താവിനെയോ കൂടപ്പുറപ്പിനെയോ ജോലി സ്ഥലത്തുള്ള ആൾക്കാരെയോ ദേശം ഓഫീസിൽ ചെല്ലുമ്പോ ആരെങ്കിലും ഭയക്കുന്നുണ്ടോ? കർത്താവിന്റെ വചനം പറയാം, നിങ്ങൾ എന്തിനാ ഭയക്കുന്നത്? ആകയാൽ കർത്താവ് എനിക്ക് തുണ. ഹല്ലേലൂയ. ഈ വെറും സാധാരണ മനുഷ്യര് എന്നോട് എന്ത് ചെയ്യാനാ? ഹല്ലേലൂയ. നിങ്ങൾ മനുഷ്യരെ കണ്ട് ഭയന്നാൽ എന്നാ പിന്നെ നിങ്ങൾ ഈ ലോകത്ത് എല്ലാത്തിനെയും ഭയക്കും. മനുഷ്യരെ കണ്ട് ഭയന്ന ഇസ്രായേലികള് അവർക്ക് വാഗ്ദത്തം ലഭിക്കാൻ വൈകിപ്പോയി. അവര് വാഗ്ദത്ത ദേശത്ത് ഉറ്റി നോക്കിയിട്ട് വന്നിട്ട് പറഞ്ഞു, ഒയ്യോ ഞങ്ങൾക്ക് പേടിയാ, അവര് അമാലേക്കര്, അവര് വലിയ ജയൻസ് ആണ്, അവര് ഭയങ്കര ബലവും ശക്തിയുമുള്ളവരാ, ഞങ്ങൾ അവരുടെ മുമ്പിൽ വെറും വിട്ടിലിനെ പോലെയായിരിക്കുന്നത്, ഒന്നുമില്ല. വി ആർ ലൈക്ക് ഗ്രാസ് ഹോപ്പേഴ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ദം. ഞങ്ങൾ ഒന്നുമില്ല, ഇച്ചിരിയേ ഉള്ളവരുടെ മുമ്പിൽ. കണ്ടോ, ഭയം അവരെ ഭരിച്ചു. ഇന്ന് മനുഷ്യരെ ഭയക്കുന്ന ആൾക്കാരുണ്ട്. അവര് പറയും, അയ്യോ ഞാൻ അവിടെ പോകത്തില്ല, എനിക്ക് പേടിയാ, അവരെന്നെ അങ്ങനെ പറയും, ഇങ്ങനെ പറയും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, കുറ്റപ്പെടുത്തും, വഴക്കുണ്ടാക്കും, ഞാൻ പോകത്തില്ല, എനിക്ക് പേടിയാ. നിങ്ങൾ എന്തിനാ മനുഷ്യരെ ഭയക്കുന്നത്? ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ അകത്ത് വാഴുന്നെങ്കിൽ നിങ്ങൾ മനുഷ്യരെ ഭയക്കുന്നവരല്ല, ദൈവത്തിനെ ഭയക്കുന്നവരായി തീരും. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അകത്ത് ദൈവഭയമായി ഇട്ടു തരുന്നേ, മനുഷ്യഭയമല്ല. സ്തോത്രം. ദൈവത്തിന്റെ ആത്മശക്തി അകത്ത് കയറിയാൽ മനുഷ്യനോടുള്ള ഭയം മാറും, പകരം ദൈവത്തിനോട് ഉള്ള ഭയമായി തീരും. ഇന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് എവിടെയെങ്കിലും ആരെങ്കിലും ഒക്കെ മനുഷ്യരെ ഭയന്ന് അവരെന്ത് പറയും, അവരെന്ത് ചെയ്യും, ഞാൻ എന്ത് ചെയ്യും, അവരെ എങ്ങനെ നേരിടും, അവരെന്നോട് ഇങ്ങനെ പറയും എന്നൊക്കെ പറഞ്ഞ് ഭയന്നിരിപ്പുണ്ടോ? ഇന്ന് ഞാൻ ഉറപ്പും ധൈര്യവും പറയട്ടെ, ഹല്ലേലൂയ, യോശുവയുടെ കൂടെ ഇരുന്ന ദൈവം ഇന്ന് നമ്മളുടെ അകത്താ വസിക്കുന്നത്. ഇന്ന് നമ്മളുടെ കൂടെയുണ്ട്. ഞാൻ നിന്റെ കൂടെ എല്ലാ നാളിലും ഉണ്ട് എന്ന് പറഞ്ഞ കർത്താവ് നമ്മളുടെ കൂടെ ഇരിക്കുക, നമ്മളുടെ അകത്ത് വസിക്കുക. ഇന്ന് എനിക്ക് ഭയമില്ല. ഞാൻ എന്തിനാ മനുഷ്യനെ ഭയക്കുന്നത്? എനിക്ക് മനുഷ്യരോട് ഭയമില്ല. സ്തോത്രം. ഇന്ന് വിളിച്ചു പറയണം, എനിക്കെതിരായി ആരും നിൽക്കത്തില്ല.
എൻ്റെ എതിരെ ഒരു വഴിയെ വരുന്ന ശത്രു 7 വഴിയെ ചെതറിപ്പോകും. വിളിച്ചു പറയണം, ഞാൻ മനുഷ്യനെ ഭയക്കത്തില്ല, എനിക്ക് ദൈവഭയം ഉള്ളത് കൊണ്ട് ഞാൻ മനുഷ്യനെ ഭയക്കത്തില്ല, ഞാൻ സാഹചര്യങ്ങളെ ഭയക്കത്തില്ല, ഞാൻ വ്യക്തികളെ ഭയക്കത്തില്ല. എൻ്റെ അകത്ത് യേശുവിൻ്റെ ധൈര്യമാ ഉള്ളത്. യേശു ആരെങ്കിലും ഭയന്നോ? യേശുവിന് ആരെയും ഭയമില്ലായിരുന്നു. യേശു എൻ്റെ അകത്ത് വാഴുന്നെങ്കിൽ എൻ്റെ അകത്ത് യേശുവിനകത്തുള്ള ധൈര്യവും യേശുവിനകത്തുള്ള വിശ്വാസവുമാ ഉള്ളത്. ഹല്ലിയ. വിശ്വാസം ചോർന്നു പോകുമ്പോഴാ ഭയം കേറി വരുന്നത്. ഹല്ലിയ. ഇന്ന് ആത്മാവ് കേൾക്കത്തക്കവണ്ണം, ഇന്ന് അന്തരീക്ഷം കേൾക്കത്തക്കവണ്ണം വിളിച്ചു പറയണം, എനിക്ക് മനുഷ്യനെ ഭയമില്ല, എനിക്ക് ദൈവത്തിനെയാ ഭയം. ഹല്ലേലൂയ. ഇന്ന് വിളിച്ചു പറയണം, എനിക്ക് എൻ്റെ എതിരെ ഒരു ശത്രുവിനും നിൽക്കാൻ സാധ്യമല്ല, എൻ്റെ എതിരെ ആർക്കും നിൽക്കാൻ സാധിക്കത്തില്ല. ആകയാൽ കർത്താവ് എനിക്ക് തുണയായതിനാൽ എനിക്ക് ആരെയും ഭയമില്ല. സ്തോത്രം. ഇന്ന് വിളിച്ചു പറയണം, കർത്താവ് എനിക്ക് തുണ, ദൈവം എനിക്ക് തുണ, യേശു എനിക്ക് തുണ. ദൈവം എനിക്ക് തുണയെങ്കിൽ തിരിച്ചറിയണം, നമ്മൾ നടക്കുന്ന വഴികളിലൊക്കെ ദൂതന്മാര് ചുറ്റിനുമുണ്ട്. ഹല്ലേലൂയ. ദൂത സൈന്യം കാണാൻ പറ്റത്തില്ലെങ്കിലും എൻ്റെ നിങ്ങളുടെയും ചുറ്റിനും ദൂത സൈന്യം ഇറങ്ങിയിട്ടുണ്ട്, പാളയം അടിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു അനർത്ഥവും സംഭവിക്കത്തില്ല, വീണു പോകത്തില്ല, തോറ്റു പോകത്തില്ല, ആരുടെ മുമ്പിൽ ഇരയായി തീരത്തില്ല. ഹല്ലേലൂയ. നമ്മള് നടക്കുമ്പം നമ്മളെ അല്ല കാണുന്നത്. സ്തോത്രം. മറ്റുള്ളവര് നമ്മുടെ ചുറ്റിനും നടക്കുന്ന ദൂത സൈന്യത്തിനെയാ കാണുന്നത്. ഹല്ലേലൂയ. നമ്മളെ പൊതിഞ്ഞിരിക്കുന്ന ദൈവ തേജസ്സാ കാണുന്നത്. ഹല്ലേലൂയ. അവരുടെ ഉള്ളിൽ ഭയം കേറും. സ്തോത്രം. വെറുതെ നമ്മളെ ഇട്ട് ഫുട്ബോൾ കളിക്കാൻ ആരും വരത്തില്ല. ഹല്ലേലൂയ. എന്താന്ന് വെച്ചാൽ കർത്താവ് നമ്മളുടെ പക്ഷത്തുണ്ട്. ഇന്ന് വിളിച്ചു പറയണം, യേശുവിന്റെ പക്ഷത്തുണ്ട്. ഹല്ലേലൂയ. എനിക്കൊന്നിനെ കുറിച്ചും ഭയമില്ല. കർത്താവ് അനുഗ്രഹിക്കട്ടെ, ധൈര്യം പകരട്ടെ. ഹല്ലേലൂയ. പ്രത്യേകമായി വീണ്ടും ജോലി സ്ഥലത്ത് എന്തെങ്കിലും ഭയത്തിൽ നിൽക്കുന്നവര്, അവരങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ഇതിന് എന്തോ ആയി തീരും, ആ ഭയം ഇന്ന് മാറിപ്പോയിരിക്കുന്നതിനായി സ്തോത്രം.